വലിയമ്മയുടെ പടിയിറങ്ങി കരഞ്ഞു തളർന്ന മിത്രയുമായി രാഹുലിൻ്റെ കാർ അവൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു പോവുകയാണ്. മിത്ര ജനാലയിലൂടെ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി ഏങ്ങലടിച്ച് കരയുന്നുണ്ട്. രാഹുൽ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ സങ്കടം മാറാൻ കുറച്ച് സമയം കൊടുക്കുകയാണവൻ. രാഹുൽ വളരെ മൃദുവായി, മിത്ര, നീ കരയുന്നത് നിർത്ത്. ആ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എന്നോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇനി നിന്നെ ആരും അവിടെ ഇട്ട് പീഡിപ്പിക്കില്ല. മിത്ര വിതുമ്പിക്കൊണ്ട്, രാഹുൽ സാർ, വലിയമ്മ എന്നെ ശപിച്ചാണ് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഇനി ആരുമില്ല സാർ. ഞാൻ എങ്ങോട്ട് പോകും? രാഹുൽ കാറ് വീടിൻ്റെ ഗേറ്റ് കടത്തി നിർത്തിക്കൊണ്ട്, നിനക്ക് പോകാൻ ഒരിടമുണ്ട്. ഇതാണ് നിൻ്റെ പുതിയ വീട്, ഇറങ്ങൂ. രാഹുൽ മിത്രയെയും കൂട്ടി അകത്തെ ഹാളിലേക്ക് നടന്നു വന്നു. അവരുടെ വരവും മിത്രയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ട് രാഹുലിൻ്റെ അമ്മ ആകെ പരിഭ്രാന്തയായി എഴുന്നേറ്റു. അമ്മ, രാഹുൽ, എന്താടാ ഇത്? മിത്രമോളെന്തേ രാത്രിയിൽ കരയുന്നത്? എന്താ ഉണ്ടായത്? രാഹുൽ അമ്മയുടെ കൈകളിൽ പിടിച്ച ഗൗരവത്തിൽ, അമ്മേ, ആ വലിയമ്മയും മകളും ചേർന്ന് മിത്രയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ മേഘനയാണ് ഇതിനെല്ലാം പിന്നിൽ. അവൾ മിത്ര എൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ വലിയമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് വലിയ പ്രശ്നമുണ്ടാക്കി. ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തില്ലായിരുന്നെങ്കിൽ ആ ക്രൂരയായ വലിയമ്മ മിത്രയുടെ മേൽ കൈവച്ചേനെ. അമ്മ ഞെട്ടലോടെ മിത്രയെ നോക്കി. ഈശ്വര, സ്വന്തം ചോരയോടാണ് അവർ ഇങ്ങനെ ചെയ്തത്. ആ മേഘന ഇത്രയ്ക്ക് ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. രാഹുൽ, അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇനി മിത്ര ഇവിടെ നമ്മുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? അമ്മ മിത്രയെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട്, എനിക്കെന്ത് എതിർപ്പ്? എൻ്റെ മോളായിട്ട് ഇവളിവിടെ കഴിയും. മോളെ മിത്ര, നീ ഒട്ടും വിഷമിക്കരുത്. ഈ അമ്മയുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. അമ്മ മിത്രയെ ആശ്വസിപ്പിച്ച ശേഷം രാഹുൽ അവൾക്കായി അറേഞ്ച് ചെയ്ത മുറി കാണിച്ചു കൊടുക്കാനായി മുകളിലെത്തി നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു വലിയ സുന്ദരമായ മുറിയുടെ വാതിൽ രാഹുൽ തുറന്നു. അവിടുത്തെ ആഡംബര കട്ടിൽ, ഭംഗിയുള്ള AC, വലിയ TV, ഒപ്പം മനോഹരമായ അലങ്കാരങ്ങൾ എല്ലാം കണ്ട് മിത്ര അത്ഭുതത്തോടെ കൈകൾ കൂപ്പി നിന്നുപോയി. അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു മുറി അവൾ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. രാഹുൽ പുഞ്ചിരിയോടെ, മിത്ര, ഈ റൂം നിനക്കായി അറേഞ്ച് ചെയ്തതാണ്. ഇന്നലെ ഞാൻ വാങ്ങിത്തന്ന ആ പുതിയ ഡ്രസ്സുകൾ അടങ്ങിയ ബാഗ് ഇവിടെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെയോ അമ്മയെയോ വിളിക്കാം. ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. മിത്ര രാഹുലിനെ നോക്കി കണ്ണീരോടെ, രാഹുൽ സാർ, ഇത്രയും വലിയൊരു മുറിയിൽ കിടക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എനിക്ക് വലിയമ്മയുടെ വീട്ടിലെ ആ ചെറിയ അടുക്കള തന്നെയായിരുന്നു ശീലം. സാറിനോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. രാഹുൽ അവളുടെ ചുമലിൽ കൈവച്ച്, നന്ദിയൊന്നും പറയണ്ട, നീ നല്ലതുപോലെ വിശ്രമിക്കേ. രാഹുൽ പതുക്കെ മുറിക്ക് പുറത്തിറങ്ങി വാതിൽ ചാരി. മിത്രയെ മുറിയിലാക്കിയ ശേഷം രാഹുൽ താഴേക്ക് വന്നു. അമ്മ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രാഹുൽ, എന്താ അമ്മേ അങ്ങനെ നോക്കുന്നത്? അമ്മ പുഞ്ചിരിയോടെ, രാഹുൽ, നീ മിത്രയെ വെറുമൊരു ജീവനക്കാരിയായിട്ടല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലാകും. നിന്റെ കണ്ണുകളിൽ അവളോടുള്ള കരുതൽ വേറെ എന്തോ ആണ്. രാഹുൽ പതുക്കെ തലതാഴ്ത്തി ഒരു ചെറു പുഞ്ചിരിയോടെ, അമ്മയോട് ഞാൻ എന്ത് വിളിക്കാനാണ്? അതെ അമ്മേ, എനിക്ക് മിത്രയെ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ ആ നിഷ്കളങ്കതയും ഭാവങ്ങളുമാണ് എന്നെ ആകർഷിച്ചത്. അവളുടെ ഈ യഥാർത്ഥ രൂപത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷേ അവളിപ്പോൾ വലിയൊരു സങ്കടത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രണയം ഇപ്പോൾ അവളോട് പറയാൻ എനിക്ക് കഴിയില്ല. അവളുടെ മനസ്സിലെ ഭയം മാറട്ടെ. അമ്മ സന്തോഷത്തോടെ രാഹുലിനെ കെട്ടിപ്പിടിച്ച്, എനിക്ക് ഒരുപാട് സന്തോഷമായിടാ. മിത്ര ഈ വീട്ടിലെ മരുമകളായി വരുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം. അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ അമ്മ നിന്നെ സഹായിക്കാം. അടുത്ത ദിവസങ്ങളിൽ രാഹുലിൻ്റെ വീട്ടിൽ മനോഹരമായ അന്തരീക്ഷമായിരുന്നു. രാഹുൽ മിത്രയോട് നേരിട്ട് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും അവൻ്റെ പെരുമാറ്റത്തിൽ ആ പ്രണയം നിറഞ്ഞു നിന്നു. രാവിലെ രാഹുൽ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മിത്ര അവനായി ചൂട് കാപ്പിയുമായി വരും. രാഹുൽ കാപ്പി കുടിക്കുന്നതിനിടയിൽ അവളോട് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. രാഹുൽ, മിത്ര, ഈ പച്ച ചുരിദാർ നിനക്ക് ഒരുപാട് ചേരുന്നുണ്ട് കേട്ടോ. ഇനി എപ്പോഴും ഇങ്ങനത്തെ നല്ല ഡ്രസ്സുകൾ ധരിക്കണം. മിത്ര നാണത്തോടെ തലതാഴ്ത്തി, കാപ്പി കുടിച്ചിട്ട് വേഗം ഓഫീസിൽ പോകാൻ നോക്കൂ. വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ച് പൂന്തോട്ടത്തിൽ നടക്കാനും ചെടികൾക്ക് വെള്ളമൊഴിക്കാനും തുടങ്ങി. രാഹുൽ മിത്രയുടെ അരികിലേക്ക് പതുക്കെ വരുമ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങുമായിരുന്നു. അവളുടെ സ്വഭാവത്തെയും ലളിതമായ രൂപത്തെയും രാഹുൽ ഇത്രയധികം ആസ്വദിക്കുന്നത് മിത്രയിൽ അവനോടുള്ള പ്രണയം കൂട്ടി. ഒരു ദിവസം രാവിലെ മിത്ര അടുക്കളയിൽ കയറി രാഹുലിൻ്റെ അമ്മയെ സഹായിക്കാൻ തുടങ്ങി. അമ്മേ, ഇന്ന് ഉച്ചയ്ക്കുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കിക്കോട്ടെ എന്നവൾ ചോദിച്ചു.
അമ്മ സന്തോഷത്തോടെ സമ്മതിച്ചു. മിത്ര തൻ്റെ നാടൻ കൈപ്പുണ്യം പുറത്തെടുത്തു. സ്വാദിഷ്ടമായ അവിയലും സാമ്പാറും നല്ല മത്തി വറുത്തതും ഒപ്പം പായസവും അവൾ തയ്യാറാക്കി. ഉച്ചയ്ക്ക് രാഹുൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ മിത്ര തന്നെയാണ് ഭക്ഷണം വിളമ്പിയത്. അമ്മ ഒരു പിടി ചോറുണ്ണുമ്പോൾ തന്നെ അത്ഭുതത്തോടെ, ആഹാ, വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കൈപ്പുണ്യത്തെ വെല്ലുന്ന ഇത്രയും രുചിയുള്ള നാടൻ ഭക്ഷണം ഞാൻ കഴിക്കുന്നത്. രാഹുൽ രുചിയോടെ കഴിച്ചുകൊണ്ട്, നമ്മുടെ മിത്രയുടെ കൈപ്പുണ്യം അപാരം തന്നെ അമ്മേ. അവൾ ഭയങ്കര കുക്കാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഈ അവിയലിന് എന്ത് രുചിയാണെന്നോ. അമ്മ, കണ്ടോ രാഹുലേ, മിത്ര വന്നതിൽ പിന്നെ ഈ വീടിനൊരു പ്രത്യേക ഐശ്വര്യം വന്നിട്ടുണ്ട്. എന്നും ഇവൾ ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. അമ്മ മിത്രയെ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു. മിത്രയ്ക്ക് ആ വലിയ വീട്ടിലെ സ്നേഹം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. വലിയമ്മയുടെ വീട്ടിൽ പട്ടിണിയും ചീത്തവിളിയും മാത്രം കേട്ടിരുന്ന അവൾക്ക് ഈ ആദരവ് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകാനുള്ള സമയമായി. രാഹുലിൻ്റെ നിർബന്ധപ്രകാരം കുറച്ചു ദിവസം ലീവായിരുന്നു മിത്ര. അവൾ പതിവ് പോലെ ബസ്സിന് പോകാൻ ഒരുങ്ങി താഴേക്ക് വന്നു. എന്നാൽ രാഹുൽ അവളെ തടഞ്ഞു. രാഹുൽ, മിത്ര, നീ ഇനി ബസ്സിന് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഒരുമിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നത്. മിത്ര പരിങ്ങലോടെ, അയ്യോ വേണ്ട സർ, ഓഫീസിലെ ബാക്കിയുള്ളവർ കണ്ടാൽ എന്തെങ്കിലും വിചാരിക്കും. എനിക്ക് ബസ്സിന് പോകുന്നതാണ് നല്ലത്. രാഹുൽ ചിരിച്ചുകൊണ്ട്, അവർ എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. നീ എൻ്റെ വണ്ടിയിൽ കയറുന്നു, അത്ര തന്നെ. രാഹുൽ നിർബന്ധിച്ച് മിത്രയെ കാറിൻ്റെ മുൻസീറ്റിൽ ഇരുത്തി. അവർ ഒരുമിച്ച് RK ഗ്രൂപ്പിൻ്റെ വലിയ ഓഫീസ് മുറ്റത്തേക്ക് കാർ ഓടിച്ചു കയറ്റി. വണ്ടി വന്നു നിന്നതും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയും മറ്റു ജീവനക്കാരും അത്ഭുതത്തോടെ നോക്കി. രാഹുൽ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. മിത്രയ്ക്ക് വേണ്ടി കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. മിത്ര നല്ലൊരു പുതിയ ചുരിദാറും അണിഞ്ഞ് ആത്മവിശ്വാസത്തോടെ എന്നാൽ ചെറിയൊരു ഭയത്തോടെ കാറിൽ നിന്നിറങ്ങി രാഹുലിനോടൊപ്പം നടന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് ലിഫ്റ്റിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് കോറിഡോറിലും റിസപ്ഷനിലും നിന്നിരുന്ന ജീവനക്കാർ പരസ്പരം കണ്ണു വെട്ടിക്കാനും അടക്കം പറയാനും തുടങ്ങി. ഒരു ജീവനക്കാരി ശബ്ദം താഴ്ത്തി, കണ്ടോ അത്, ആ മിത്ര മേഘന മാഡത്തെ ഇവിടുന്ന് ഓടിച്ചിട്ട് ഇപ്പോൾ അവൾ സാറിൻ്റെ കാറിലാണ് വരുന്നത്. ജീവനക്കാരൻ, അത്രയല്ല, അവൾ ഇപ്പോൾ താമസം പോലും രാഹുൽ സാറിൻ്റെ വീട്ടിലാണെന്ന് കേട്ടത്. എന്തൊക്കെയോ റൂമറുകൾ കേൾക്കുന്നുണ്ട്. സാധാരണ ഒരു പെണ്ണായി വന്ന് അവളിപ്പോൾ വലിയ കളികളാണല്ലോ കളിക്കുന്നത്. ഓഫീസ് ഗ്രൂപ്പുകളിലും ക്യാൻറ്റീനിലും മിത്രയെ രാഹുലിനെയും കുറിച്ചുള്ള ഗോസിപ്പുകൾ കാട്ടുതീ പോലെ പടർന്നു. മേഘനയുടെ ചില സുഹൃത്തുക്കൾ ഈ വിവരങ്ങൾ മേഘനയ്ക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. മിത്ര തൻ്റെ സീറ്റിലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുശുകുശുപ്പും നോട്ടവും അവളെ മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ചു. നേരം തിരികെ വീട്ടിലെത്തിയ ശേഷവും ഓഫീസിലെ ജീവനക്കാരുടെ ആ നോട്ടും റൂമറുകളും മിത്രയുടെ മനസ്സിൽ വലിയൊരു ഭാരമായി അവശേഷിച്ചു. രാത്രി അവൾ തൻ്റെ വലിയ മുറിയുടെ ജനാലയ്ക്കൽ വന്ന് പുറത്തെ കനത്ത ഇരുട്ടിലേക്ക് നോക്കി നിന്നു. പുറത്ത് ചെറിയൊരു മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് സ്വന്തം അവസ്ഥയെക്കുറിച്ചുള്ള വലിയ സങ്കടം ഇരച്ചു കയറി. മിത്ര സ്വയം ചിന്തിക്കുന്നു, ഓഫീസിലുള്ളവർ പറയുന്നതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ എത്ര കാലം ഇങ്ങനെ മറ്റൊരു വീട്ടിൽ കഴിയും? ഇതൊന്നും എൻ്റെ സ്വന്തമല്ലല്ലോ. ഇവിടെ ഞാനൊരു അഭയാർത്ഥി മാത്രമാണ്. രാഹുൽ സാറിനോട് എനിക്ക് എന്തോ ഒരു തരം ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഞാൻ വെറും ഒരു അനാഥയായ പെണ്ണു. അവൾ തൻ്റെ നെഞ്ചിൽ കൈവച്ച് പതുക്കെ വിതുമ്പാൻ തുടങ്ങി. മിത്ര കണ്ണീരോടെ, എനിക്ക് തലചായ്ക്കാൻ സ്വന്തമായ ഒരു ഇടമില്ലല്ലോ. ഈ വലിയ കൊട്ടാരത്തിൽ ഞാനൊരു താൽക്കാലിക അതിഥി മാത്രമാണ്. വലിയമ്മ എന്നെ ശപിച്ചാണ് ഇറക്കി വിട്ടത്. എപ്പോഴെങ്കിലും എനിക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരും. സ്വന്തമായി ഒരു കൊച്ചു വീടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരുടെയും മുന്നിൽ തല താഴ്ത്തേണ്ടി വരില്ലായിരുന്നു. സ്വന്തമായി ഒരു ഇടമില്ലെന്ന ചിന്തയും ഓഫീസിലെ റൂമറുകൾ ഉണ്ടാക്കുന്ന അപമാന ഭയവും മിത്രയുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി നിന്നു. അവൾ ജനാലപ്പടിയിൽ തലവെച്ച് കരഞ്ഞു.